നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മൾ വടകരയിൽ ഇലക്ഷൻ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു സ്ക്രീൻഷോട്ട് വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശൈലജ ഒരു കാഫിറാണെന്നും നിസ്കരിക്കൊന്നും ചെയ്യാത്ത ഒരു കാഫിറാണെന്നും അതുകൊണ്ട് ശൈലജയ്ക്ക് വോട്ടിടരുന്നും എന്ന വേചനെ ഒരു സ്ക്രീൻഷോട്ട് പൊടും തന്നെ മുസ്ലിം ലീഗിൻ്റെത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അത് ഇടതുപക്ഷ സൈബർ പ്രവർത്തകർ ഷെയർ ചെയ്ത് വളരെ വിവാദമാക്കി. കാരണം മുസ്ലിം ലീഗ് UDF ഒരു ഘടകകക്ഷിയാണല്ലോ, അവർ അവിടെ വർഗീയ വിദ്വേഷം വളർത്തി വോട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തു. അത് വളരെ ആകാംക്ഷാപൂർവമാണ് നമ്മളൊക്കെ കണ്ടത്. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നമ്മളൊരു മതേതരത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് കേരളത്തെ കോൺഗ്രസുകാർ പുനഃപ്രതിഷ്ഠിക്കുന്ന ഒരു പേരാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അദ്ദേഹം ഇത്തരം വർഗീയ പരാമർശങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നു എന്ന തോന്നൽ സാധാരണ മതേതര ചിന്ത വെച്ചു പുലർത്തുന്ന ആൾക്കാർക്കുണ്ടായി. പക്ഷേ അതിന്റെ അന്വേഷണം വളരെ നാൾ നീണ്ടുപോയി. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രവർത്തകർ അതിന് അന്വേഷണം വേണമെന്ന് ഇങ്ങനെ മുറവിളി കൂട്ടിയിട്ടും അതിന്റെ അന്വേഷണമൊന്നും നടന്നതായി കണ്ടില്ല. ഇപ്പോ അവസാനം ഇന്നലെ അതിനു പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിലൊന്ന് CPM-ന്റെ പ്രബലമായ സൈബർ വിങ്ങായ പോരാളി ഷാജിയുടെ അഡ്മിനാണ്. പിന്നെ മറ്റൊന്ന് കുറ്റം ആരോപിക്കപ്പെടുന്നത് CPM-ന്റെ ശക്തമായ പാർട്ടി ഗ്രാമങ്ങളിലൊന്നായ അമ്പാടിമുക്കിലെ അതിന്റെ സൈബർ വിങ്ങാണ്. നമ്മളിത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ സംഭവം നടന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം കണ്ണൂരിലെ CPM-ന്റെ ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ജയരാജൻ പറഞ്ഞ ഒരു വാർത്തയുണ്ട്. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ മുഖച്ഛായ വികൃതമാക്കുവാൻ പാർട്ടിയുടേത് എന്ന പേരിൽ സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ശ്രമിക്കുന്നു എന്ന് പോരാളി ഷാജിയെയും ഈ അമ്പാടിമുക്ക് സഖാക്കളെയും ഒക്കെ പരോക്ഷമായി അല്ല പ്രത്യക്ഷമായി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കേണ്ടായി. അപ്പോൾ തന്നെ നമുക്ക് தெரிഞ്ഞതാണ് ഇതിന് പിന്നിൽ ഈ പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും ഒക്കെയാണെന്ന്. കാരണം അത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന വിനോദമാണ്. കാരണം തങ്ങളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ തങ്ങളുടെ അനുഭാവികളൊക്കെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുമ്പോൾ തങ്ങൾ അവരെ ഒരു 6 മാസം മുമ്പേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന രീതിയിൽ പ്രസ്താവന ഉണ്ടാക്കുക. ഇന്നലെ വരെ അവർ പാർട്ടിയുടെ കൊടിയും പിടിച്ച് ജംഗ്ഷനിൽ കൂടെ നടന്നു പോകുന്നത് കണ്ട ജനങ്ങളെ വിഡ്ഢികളാക്കുക. അപ്പൊ ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, CPM-ന്റേത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട വിനോദം അഥവാ തനിനിറം. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM-ന്റെ സൈബർ വിങ് നേതാക്കന്മാരുടെയും ശക്തമായ സ്വാധീനം ഉണ്ട് എന്ന് തന്നെയാണ് കേരള ജനത വിശ്വസിക്കുന്നത്. ഞാൻ മറ്റൊന്നുകൂടി പറഞ്ഞു വിടട്ടെ. ഇത്തരം സാമൂഹിക അന്തചിത്രത ഉണ്ടാക്കി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഇത്തരം പ്രവണതകൾ CPM നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വർഷങ്ങൾക്കപ്പുറത്ത് TP ചന്ദ്രശേഖരനെ വധിക്കുവാൻ പോയപ്പോൾ ആ വധിക്കാൻ പോയ വാഹനത്തിൽ ഇന്നോവയിൽ മാഷാ അല്ലാ എന്നെഴുതിക്കൊണ്ടാ പോയത്. കാരണം അത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സംഘർഷമായി കേരളത്തിൽ മാറിയനെ. ദൈവം കേരളത്തെ കാത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട വർഗീയ പാർട്ടികളെന്ന് വർഗീയ ചിന്തകർ എന്ന് നമ്മൾ പറയുന്ന RSS-നെയും NDF-നെയും PFI-യും ഒക്കെ കാലം വളരെയധികം വർഗീയ ചിന്ത സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് CPM എന്നും നമുക്കിവിടെ വ്യക്തമാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഇന്നോവ കാറിൽ മാഷാ അല്ലാ ഒട്ടിച്ചു പോയതായാലും ഇപ്പോ ഈ ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായാലും ഇതിന് രണ്ടിനും ഉത്തരവാദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവകാശം പേറുന്ന CPM ആണെന്നതാണ് ഏറ്റവും വലിയ വസ്തുത. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ദയവായി വിട്ടു നിൽക്കുക. കേരളത്തിന്റെ മതേതരത്വ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.